ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളിയുടെ സർവ്വമായ തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ ബുധനാഴ്ച കൂടിയായ 21 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ 20-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ 1 കോടിക്ക് താഴെ എത്തിയിരുന്നു. ഇന്നലെ നമ്മൾ 1 കോടി റേഞ്ചിലാണ് കേരള കളക്ഷൻ പ്രതീക്ഷിച്ചതെങ്കിൽ 95 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 67 കോടി 95 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 21-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 90-95 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 21 ദിവസം കൊണ്ട് കേരളത്തിൽ 68 കോടി 90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 136 കോടി റേഞ്ചിലുമാണ്. ജനുവരി 10 ശനിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പെണ്ണുകേസ്. നിഖില വിമൽ നായികയായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത ഈ സിനിമ 4-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 14,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 1 കോടി 15 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 4 ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 13,40,000 രൂപയും ഓവർസീസ് കളക്ഷൻ $30,800 അതായത് 27,80,000 രൂപ. ആദ്യ 4 ദിവസം കൊണ്ട് 1 കോടി 56 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 5-ാം ദിവസം കൂടിയായ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 5 ദിവസം കൊണ്ട് 1 കോടി 30 ലക്ഷം റേഞ്ചിൽ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 1 കോടി 75 ലക്ഷം റേഞ്ചിലുമാണ്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥഴി സംവിധാനം ചെയ്ത് ജനുവരി 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ രാജാ സാബ് എന്ന തെലുങ്ക് സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 57 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 5 ദിവസം കൊണ്ട് 102 കോടി 50 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 13 കോടി 60 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 2 കോടി 79 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 23 കോടി 20 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 142 കോടി 70 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് ഇന്നലെ വരെ ഈ സിനിമയ്ക്ക് 33 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് 175 കോടി 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 6-ാം ദിവസമായ ബുധനാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി 4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 180 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ശിവകാർത്തികേയൻ നായകനെ സുധാ കൊങ്ങര തിരക്കഥഴി സംവിധാനം ചെയ്ത് ജനുവരി 10 ശനിയാഴ്ച പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പരാശക്തി. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 4 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 1 കോടി 11 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 4 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 28 കോടി 70 ലക്ഷം രൂപയാണ്. 4 ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് 3 കോടി 25 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 25 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 34 കോടി രൂപയും വിദേശ കളക്ഷൻ 21 കോടി രൂപയുമാണ്. ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 55 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 5-ാം ദിവസമായ ബുധനാഴ്ച തമിഴ്നാട് കളക്ഷനായി 3 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 4 കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 59 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിരഞ്ജീവി നായകനെ അനിൽ രവിപൂടി തിരക്കഥഴി സംവിധാനം ചെയ്ത് ഡിസംബർ 12 തിങ്കളാഴ്ച സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് മന ശങ്കരവരപ്രസാദ് ഗരു. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് തന്നെയാണ്. മണിക്കൂറിൽ 25,000, 30,000, 35,000 ടിക്കറ്റുകളാണ് പല ഘട്ടങ്ങളിലും ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായി 2 ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ലോകമെമ്പാടുമായി 120 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം ദിവസം ഇന്ന് ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് 155 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 135 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് ബുധനാഴ്ചയോടെ 41 ദിവസമാണ് പിന്നിടുന്നത്. 40-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 37 കോടി 48 ലക്ഷം രൂപയാണ് 40 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 84 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹാൾ. ഷെയ്ൻ നിഗൻ നായകനായി വീര സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,50,000 രൂപയാണ്. ആദ്യ 20 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 1 കോടി 81 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി 5 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. രൺവീർ സിംഗ് നായകനായി ആദിത്യദാർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. സിനിമ 40-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 7,15,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 7 കോടി 90 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 40 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 972 കോടി 50 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷൻ 290 കോടി രൂപയുമാണ്. ടോട്ടൽ 1,262 കോടി 50 ലക്ഷം രൂപയാണ് ആദ്യ 40 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.